നമസ്കാരം. ഞാൻ കൂടുതൽ കൺഫ്യൂസ് ആവും പറയാൻ നിന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് എനിക്കറിയാമെന്നുള്ള പണി വെച്ചിട്ട് എന്താണ് പരിപാടി എന്നുള്ള കുറച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഞാൻ പണ്ടോട്ടെ വരയ്ക്കും, ഭയങ്കരമായിട്ട് വരയ്ക്കും, നന്നായിട്ട് വരയ്ക്കും. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് വരയ്ക്കുന്ന കേസിൽ. കാരണം ഞാൻ ആര് പറയുന്നതും കേൾക്കാറില്ല. ചിലർ എന്താ പറയുക, നമ്മളൊരു പടം വരച്ച് കഴിഞ്ഞാൽ കുറേ പേർക്കുള്ള പ്രശ്നം കാണിക്കത്തൊന്നുമില്ല ആരെയും. അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരിക്കും. ആൾക്കാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അങ്ങനെ കാണിക്കും. അപ്പം എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്ത് വരച്ചാലും കാണിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് പറയാം, എടാ അതിൻ്റെ കൈ കുറച്ച്, ഒരു മനുഷ്യനെ വരച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയും അതിൻ്റെ കൈ ചെറുതായിപ്പോയല്ലോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ഇതാണ്. ഞാൻ പറയും യെസ്, അത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, അങ്ങനെ കണ്ടാൽ മതി എന്ന് പറയും. അതുപോലെ തന്നെ പല കാര്യങ്ങളും. ഇപ്പോൾ എനിക്ക് പണ്ട് ചെറുപ്പത്തിൽ ഈ പറയുന്ന പോലെ കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ട്. പോകുന്ന സമയത്ത് ഈ പറയുന്ന പോലെ വരുന്ന സബ്ജക്റ്റുകളായാലും എനിക്കങ്ങനെ വലിയ ഒരു ഐഡിയ ഒന്നുമില്ല. ഇപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ആലോചിക്കും, ഒരു സബ്ജക്റ്റാണ് ഫാമിലി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ സബ്ജക്റ്റ് ആലോചിക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. ലൈക്ക് ഫാമിലി എന്ന് പറയുമ്പോൾ അമ്മ, കുട്ടി, അല്ലെങ്കിൽ വീട്, അത് അവരിയ്ക്കുന്നൊരു സെറ്റപ്പ്, അതിൻ്റെ ഇൻറ്റീരിയർ, അങ്ങനെ കുറേ പണിയെടുക്കേണ്ടി വരും നമുക്ക്. പിന്നെ ഇതിലെല്ലാം ഒരു റിയലിസ്റ്റിക് സ്വഭാവം അല്ലെങ്കിൽ ഒരു ലോജിക്കൊക്കെ കീപ്പ് ചെയ്യേണ്ടി വരും നമ്മളൊരു സീനറിയൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഫാമിലി എന്ന് പറയുമ്പോൾ ഞാനൊരു കോഴിയെയും കുറേ പിള്ളേരെയും വരച്ചു. എനിക്കതാണ് ഫാമിലി. അപ്പം എനിക്കതിൽ ഫസ്റ്റും കിട്ടി. അപ്പം ഞാൻ അങ്ങനെയൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഉള്ള ലിമിറ്റുകൾ ഞാനത് അങ്ങനെ ചെയ്യും. ഇപ്പോൾ കുറേ പേർക്ക് ഈ പറഞ്ഞ പോലെ ലിമിറ്റുണ്ട്. എല്ലാവർക്കും ഒരുപോലെ വരയ്ക്കാനൊന്നും പറ്റില്ല. പക്ഷെ എല്ലാവരും ആഗ്രഹം, ചിലർക്ക് ഭയങ്കര ഫോട്ടോഗ്രാഫ് പോലെ ഇരിക്കുന്ന പടം വരയ്ക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്. പക്ഷെ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് ആ ഒരു രീതിയിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വരച്ചുകൊണ്ടിരിക്കുക, ലൈക്ക് ചുമ്മാ വരയ്ക്കുക. ഇപ്പം ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലൊക്കെ TV ഒക്കെ വരുന്നത് കുറച്ച് വളരെ ലേറ്റായിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് സിനിമ കാണാനോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിക്കോ ഒന്നും ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല. സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്കോ അല്ലെങ്കിൽ സാധനം മേടിക്കാൻ അമ്മ പറഞ്ഞു വിടുന്ന സമയത്ത് വഴിയിൽ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ വീട്ടിൽ അറിയിക്കുക, സിനിമ കാണുക. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ഈ സോഴ്സ് എന്നൊക്കെ പറയുന്ന ഈ ബാലരമ അല്ലെങ്കിൽ ചിത്രകഥകൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് എനിക്ക് ആ സമയത്ത് ഞാൻ കൂടുതൽ വായിച്ചിരുന്നതും എന്നെ ഇങ്ങനത്തെ ഒരു ഇതിലോട്ട് എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. എനിക്ക് കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു പഠിക്കുന്ന സമയം തൊട്ട് എല്ലാ ക്ലാസ്സുകളിലും. ഇപ്പം കെമിസ്ട്രി, ഫിസിക്സ്, ബാക്കിയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള എല്ലാ സബ്ജക്റ്റും പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരുന്നു. അപ്പം ഞാൻ ടീച്ചർമാർക്ക് വരെ അത് ബുദ്ധിമുട്ടായി. ലാസ്റ്റ് അവർ പറഞ്ഞ് ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, വരച്ചുകൊണ്ടിരിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ച് വർക്ക് കിട്ടി, കുറേ ഇവിടം വരെയൊക്കെ എത്തി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നൊരു വിഷയം എന്ന് പറയുന്നത് സ്റ്റോറി ബോർഡാണ്. ഇത് കാണുന്നുണ്ട്? സ്റ്റോറി ബോർഡ്സാണ്. സ്റ്റോറി ബോർഡ്സ് ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്ന ഒരു ഏരിയ ആണ്. അല്ലെങ്കിൽ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, എന്താണ് സ്റ്റോറി ബോർഡ്, സിനിമയിൽ എന്തിനാണ് സ്റ്റോറി ബോർഡിൻ്റെ ആവശ്യം, എന്താണത് ചെയ്യുന്ന വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കുറച്ച് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതൊക്കെ വളരെ റഫായിട്ടുള്ളൊരു ഐഡിയ ആണ്. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു സീക്വൻസ് തുടങ്ങിയ ദൃശ്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഡയറക്ടറിനൊരു വിഷൻ ഉണ്ടാവും. പുള്ളിക്കാരനത് ബാക്കിയായിട്ടുള്ള അക്കമ്പനി ചെയ്യുന്ന സിനിമാറ്റോഗ്രാഫർ അല്ലെങ്കിൽ ആർട്ട് ചെയ്യുന്ന ആൾ, കോസ്റ്റ്യൂം, മേക്കപ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇത് പുള്ളിക്കാരൻ്റെ ഐഡിയ കൺവേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് പലരുടെ ഐഡിയ ഡിഫറെൻ്റ് ആണ്. ലൈക്ക് ഇമാജിൻ ചെയ്യുന്നത്, ഇപ്പം നമ്മളൊരു സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന കളറോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പോൾ ഇടുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ആയിരിക്കില്ല ഒരിക്കലും മറ്റൊരാൾക്ക് ഇമാജിൻ ചെയ്യുമ്പോൾ ഒരു നരേഷനിൽ കിട്ടുക. അപ്പം നമുക്ക് വേണ്ട എക്സാക്റ്റ് എന്താണെന്നുള്ള സാധനങ്ങൾ നമ്മളവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഒരു ബേസ്. അത് ഷൂട്ടിലേക്ക് പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ വിഷ്വൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ ചെയ്യുന്നൊരു പ്രോസസ്സാണ് സ്റ്റോറി ബോർഡ്സ് എന്ന് പറയുന്നത്. സ്റ്റോറി ബോർഡ് പലതരത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഭയങ്കര സിമ്പിൾ സ്റ്റിക്കി ലൈൻസ് ഒക്കെ ഇട്ട്
ഉപയോഗിക്കാറുണ്ട് ഭയങ്കര സിമ്പിളായിട്ട്. ഇപ്പോൾ ചതിച്ച് ഇപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ ചെയ്തിട്ട് നമുക്ക് സ്റ്റോറി ബോർഡ് ചെയ്യാം. ഇപ്പോൾ ചിരിക്കുന്നൊരു പയ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചിരിച്ചുകൊണ്ടിരിക്കുന്ന പയ്യൻ്റെ മേളിൽ കൂടെ ഒരു കാക്ക പോയി, കാക്ക തറയിലപ്പിട്ടു, തലയൊക്കെ വെച്ചു. സോ ഇങ്ങനെ നമുക്ക് വളരെ സ്റ്റിക്കി ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം. ഈ പയ്യൻ വേണമെങ്കിൽ പൈപ്പിൻ്റെ മൂട്ടിൽ പോയിട്ട് കുറച്ച് തല വീണ സാധനമൊക്കെ കഴുകാം, തല കാണിച്ച് കഴുകാം, കയ്യിൽ വെള്ളം കോരി കഴുകാം. ഡയറക്ടർ എന്താണ് പറയുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അത് വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റിക്കി ഐഡിയാസാണ്. ചിലർക്ക് ഇങ്ങനത്തെ സ്റ്റോറി ബോർഡ്സ് മതിയാവും, ചിലർക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറി ബോർഡ്സ് മതിയാവും. അപ്പോൾ ഞാൻ വരയ്ക്കുമായിരുന്നു, ഭയങ്കരമായിട്ട് വരയ്ക്കുമായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും പണ്ട് അഫോർഡബിൾ അല്ലായിരുന്നു. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ആകെ വഴി കുറച്ച് ഫ്രീ ആയിട്ട് മൈൻഡും എല്ലാം സെറ്റാവുന്ന സാധനം വരയ്ക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അതിന് എനിക്ക് ഈ പറയുന്ന പോലെ ഒരു 2 കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഒരു മീഡിയം, അതായത് ഒരു പ്രതലം, പിന്നെ അതിൽ വരയ്ക്കാൻ പറ്റുന്നൊരു മെറ്റീരിയൽ. അതിപ്പോൾ പേപ്പർ, ചുവര്, ടിക്കറ്റിൻ്റെ ബാക്ക് സൈഡ്, അല്ലെങ്കിൽ പേപ്പർ. ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫുള്ള് ഇതിലെല്ലാം വരയ്ക്കും. കളർ വെച്ച് വരയ്ക്കും, കളറ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കെച്ചസ് ചുമ്മാ വരച്ചുകൊണ്ടിരിക്കും. അതിപ്പോൾ അങ്ങനെ റിയലിസ്റ്റിക് ആവണമെന്ന് തന്നെയല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ കുറേ നോട്ട്സൊക്കെ കരുതും എൻ്റെ കയ്യിൽ. എനിക്ക് തോന്നുന്ന തോട്ട്സ് വരയ്ക്കും, അല്ലെങ്കിൽ റാൻഡം മൂഡ് സ്വിങ്സ്, ഇമോഷൻസ്, ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോൾ അത് വേണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യാം. എനിക്കത് ഒരേ സമയം അങ്ങനെയും കൂടെ ഒരു മീഡിയമാണ്. എനിക്കെന്തും ചെയ്യാം, അതിനകത്ത് ഫൺ കണ്ടെത്താം. അപ്പോൾ എനിക്കതിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസാണ്. ലൈക്ക് എത്ര നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമോ അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടും, കൂടുതൽ എന്താ പറയുക, നല്ല രീതിയിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ലിമിറ്റുണ്ട്, പക്ഷേ നമുക്ക് അത് ഓവർകം ചെയ്യാം. പിന്നെ നമുക്ക് ചെറുതായിട്ട് ചീറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ലിമിറ്റുകളെയൊക്കെ. ഇപ്പം ഞാൻ ഒരു മനുഷ്യനെ വരച്ചിട്ട്, എൻ്റെ എല്ലാ ഇമേജും ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നതെന്നല്ല, ഞാൻ നിങ്ങൾക്ക് ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിക്ക് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഞാനൊരാളെ വരച്ചു, എനിക്ക് അയാളെ കൈ വരയ്ക്കാൻ പറ്റുന്നില്ല, അത് ചെറുതായി പോകുന്നു, അത് മുട്ടുമടക്കാൻ പറ്റുന്നില്ല, വിരലില്ല എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര പാടാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അയാളോടൊരു മറ്റേ വാളും പരിചയം പിടിച്ചിരിക്കുന്ന സെറ്റപ്പ് ആക്കും. അപ്പോൾ ആ കൈ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി അത് നമുക്ക് ആ റിയലിസ്റ്റിക് ഇത് മാറ്റിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ എന്ത് സാധനങ്ങളും നമുക്ക് ഒരു ലിമിറ്റിനപ്പുറത്ത് പറ്റുന്നില്ലെങ്കിൽ നമുക്കത് മറയ്ക്കാനോ അതിൻ്റെ പുറത്ത് പുതുതായിട്ട് വേറെന്തെങ്കിലും ഒരു ഡിസൈൻ കവറപ്പ് ചെയ്യാനോ അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ഭയങ്കര മിക്സഡ് ആയിട്ടുള്ള, ഇപ്പോൾ കൊളാജ് പോലെ അല്ലെങ്കിൽ മൾട്ടി മീഡിയകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു വർക്കാവുകയോ അങ്ങനെ ലിമിറ്റില്ലാതെ ഒരു ആർട്ട് ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കൂടുതൽ അങ്ങനെയാണ് എല്ലായിടത്തും പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വരയ്ക്കാൻ തോന്നുന്നത് എന്തായാലും ലൈക്ക് ഡൂഡിലായാലും അത് നമുക്കതൊന്ന് ഇപ്പോൾ ഈ സ്റ്റോറി ബോർഡ്സുകളുടെയൊക്കെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സീക്വൻസിലൊരു പലതരത്തിലുള്ള ഷോട്ടുകൾ, ഇപ്പോൾ ഒരു സിറ്റുവേഷൻ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സ്ട്രീം വൈഡ് ഷോട്ടായിട്ടുള്ളൊരു ഒരു സ്കൂള് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോപ്പ് ഷോട്ട് കാണിക്കുന്നത്, അതിന് എക്സ്ട്രീം വൈഡ് ആയിട്ടുള്ളൊരു ഷോട്ട്, എവിടെയാണിത്, എന്താണ് ആ സിനാരിയോ, എവിടെയാണ് ഇത് നടക്കുന്നത്, എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിന് വൈഡ് ഷോട്ട് എന്ന് പറയുന്നൊരു സെക്ഷൻ വരും. അതായത് ഒരു നെക്സ്റ്റ് അടുത്തൊരു തലത്തിലോട്ട് പോകുന്നത് പോലെ, ഇപ്പോൾ അതൊരു ക്ലാസ് റൂം അല്ലെങ്കിൽ അതിൽ കുറേ ആൾക്കാർ ക്ലാസ് റൂമിലിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു വൈഡ് എന്ന് പറയാം. ഇനി അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ കുറച്ചുകൂടെ മിഡ് ഷോട്ടാക്കാം, ടീച്ചർ ക്ലാസ് എടുക്കുന്നതെന്ന് പറയാം, അതിനെ മിഡ് ഷോട്ട് എന്ന് പറയാം. ഇനി ക്ലോസ് ഉണ്ടാവും, ടീച്ചർ ഇങ്ങനെ നോക്കുന്ന പിള്ളേരൊക്കെ പഠിക്കുന്നുണ്ടോ, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം ഇത് ഈ പറയുന്ന പോലെ പിന്നെ എക്സ്ട്രീം ക്ലോസ് ഉണ്ടാവും, ടീച്ചറിൻ്റെ കൃഷ്ണമണിയുടെ കത്തൂടെ ഒക്കെ പിള്ളേരെ കാണുന്നത്. സോ ഇതൊക്കെ ഒരാളുടെ ഐഡിയ, ഇമാജിനേഷൻസാണ്. അപ്പം ഞങ്ങളതിനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല, ഞാൻ ഈ വരച്ച് എനിക്കിങ്ങനെ സിനിമയ്ക്ക് വേണ്ടി വരയ്ക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഞാൻ പെയിൻറ്റിങ് ആയിരുന്നു ഞാൻ BFA ഡിഗ്രിക്ക് ചെയ്തത്. അപ്പോൾ അതുവഴി പെയിൻറ്റ് ചെയ്തിട്ട് കുറച്ച് എക്സിബിഷനൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോകാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. ഞാൻ മറിച്ച് അപ്പോഴത്തെ കുറച്ച് പ്രതിസന്ധികളും പരിപാടികളും കാരണം ഞാൻ നേരെ ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഗ്രാഫിക് ഡിസൈൻ, അതാകുമ്പോൾ എനിക്ക് ലൈറ്റായിട്ടൊരു ഇൻകം വരും എന്നുള്ളൊരു സോഴ്സിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. പക്ഷെ പിന്നെ ഞാൻ ഗ്രാഫിക് ഡിസൈനിലേക്ക് വന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് ഈ പറയുന്ന സ്റ്റോറി ബോർഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കൺസെപ്റ്റ് ആർട്ട് തുടങ്ങിയ സെഷനുകളിലോട്ടൊക്കെ എത്തുന്നത്. അപ്പോൾ ഞാൻ
അങ്ങനെ വരുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇമാജിനേറ്റീവായിട്ട് ഒരു 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 വിഷ്വൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന കളറുകൾ, പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ അതിനകത്തൊരു ഇല്യൂഷൻ സ്വഭാവമുള്ളൊരു ഇമേജ് എന്ന് പറയുമ്പോൾ ജോണറിനനുസരിച്ച് നമുക്കത് മാറ്റാൻ പറ്റും. റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സിനിമ അല്ലെങ്കിൽ ഫാൻറ്റസി ആയിട്ടുള്ള സിനിമ, ഇതിനൊക്കെ അനുസരിച്ച് ഈ പറയുന്ന പോലെ സ്റ്റോറി ബോർഡിൻ്റെ ഡീറ്റെയിൽസ് മാറാറുണ്ട്. പിന്നെ ആക്ഷൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിനകത്ത് നോട്ട്സ് വരാറുണ്ട്, എന്താണ് ഈ ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കുകളുടെയൊക്കെ ഒരു ഇത് കാണിക്കാം. ഇപ്പം ഇത് ഒരു കൺസെപ്റ്റ് ആർട്ടാണ്. ഇത് മഞ്ഞുമലിന് ചെയ്തതാണ്. ഇത് ഇങ്ങനെ ഒരു വിഷ്വൽ എടുത്തിട്ടില്ല. പക്ഷേ ഇതല്ല, സോറി, ഇത് സുഭാഷ് ഫ്ലോട്ട് ചെയ്യുന്നൊരു വിഷ്വലാണ്. താഴെ ഇതിൻ്റെ ഒരു മിഡ് പോയിന്റിൽ സുഭാഷ് കുടുങ്ങിക്കഴിഞ്ഞിട്ട് അത് കുട്ടൻ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കാണുന്നൊരു വിഷ്വലാണ്. ഇതിന് മുന്നേ നടക്കുന്ന പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡയറക്ടർ ഇതിൻ്റെ കഥ പറഞ്ഞു തരും. ഇപ്പം മഞ്ഞമ്മലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് ബൈറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇവരുടെ ബൈറ്റ്സ്, ഈ ശരിക്കും മഞ്ഞമ്മലിൽ പോയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ എക്സ്പീരിയൻസിനെ പറ്റി സംസാരിക്കുന്ന. അപ്പോൾ അത് കേട്ടിട്ട് ഡയറക്ടർ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ ക്ലൈമറ്റ് ഫീൽ ചെയ്യുക, അവിടുത്തെ ടെൻഷൻ വർക്ക് ചെയ്യുക, അവിടെ അതിനകത്ത് ഈവൻ ഈ വടംവലി പോലുള്ള ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സീൻസ് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അതിൻ്റെ പോസ് എങ്ങനെ ഇരിക്കും. ഞങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഇതിനകത്ത്. എങ്ങനെയാണ് അവരുടെ വടംവലി പോസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ. സോ അതിനുവേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു കൺസെപ്റ്റായിട്ടാണിത്. ഇതാണ് ഗുണ കേവിൻ്റെ ഇവിടെയാണ് ഞങ്ങൾ വിസിബിൾ ആവുക. ഇങ്ങനെയാണ് ഞങ്ങൾ അതിൻ്റെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഈ ഒന്നിൽ നിന്ന് കുട്ടൻ താഴേക്ക് വീഴുന്നതും അതിൻ്റെ ഓരോ കർവുകളും. സോ ഇവിടെ ഈ ഒരു പോയിന്റിലായിരിക്കും സുഭാഷ് ലോക്കാവുന്നത്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുമെന്ന് എനിക്കറിയണം. ഞങ്ങളിതൊരു ഡെവിളിൻ്റെ വായിൽ സുഭാഷ് ഇരിക്കുന്ന പോലെയാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അതിലൊരു ഷോട്ട് ഉണ്ട്, ഇങ്ങനെ ബാക്ക് പോകുമ്പോഴേ അറിയാൻ പറ്റും. ഇതൊക്കെ ഞങ്ങൾ പിന്നീട് ഐഡിയയിൽ കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അതിൽ കുറച്ച് ഞാൻ കാണിക്കാം, ടൈമിൻ്റെ ഇതുള്ളതുകൊണ്ട്. ഇതെല്ലാം മഞ്ഞുമലിന് വേണ്ടി ചെയ്തിട്ടുള്ള സ്റ്റോറി ബോർഡ്സാണ്. ഇത് സുഭാഷിൻ്റെ ഫോള് ഞങ്ങളാദ്യം ക്രിയേറ്റ് ചെയ്തതാണ്. സോ ഇതാണ്, ഇതിനകത്ത് നമുക്ക് ആക്ഷൻസ് മാർക്ക് ചെയ്യും, എന്താണ് ആ രംഗം എന്നുള്ളത് ചെയ്യും. അതിൽ ചെറിയ ആഡിങ്സ് ഉണ്ടാവും. ഇതാദ്യം ഞങ്ങൾ സ്ട്രക്ചർ ചെയ്തിരുന്നത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ്. പിന്നെ അത് ഒറ്റ ട്രാക്കിലാണ് സുഭാഷ് വീഴുന്ന ട്രാക്ക് കാണിച്ചിരിക്കുന്നത്. അതിന് മുന്നേ ഞങ്ങൾ കുറച്ച് ഡിവൈഡ് ചെയ്തിട്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടായിരുന്നു ആദ്യം സ്ട്രക്ചർ ചെയ്തിരുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഉള്ളത് എൻ്റെ റെസ്ക്യൂ എന്ന് പറയുന്നൊരു സെഷൻ. 3 സെഷനാണ് ഞാൻ മഞ്ഞമ്മലിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. റെസ്ക്യൂ, പിന്നെ ഒരു റിവർ സീക്വൻസ്, പിന്നെ ഈ ഇതിനകത്തേക്ക് വീഴുന്നതാണ്. സോ ഇതൊക്കെ ഒരു ടെൻഷൻ ഗ്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചെറിയ ചെറിയ കട്ട്സുകൾ ഞങ്ങൾ യൂസ് ചെയ്യുന്നതാണ്. അതിൽ ഇപ്പം ബേസിക്കലി ഒരു റെക്ടാങ്കിൾ ഫ്രെയിമിനകത്താണ്, ഒരു ഫ്രെയിമിനകത്താണ് ആ സിറ്റുവേഷൻ കാണിക്കുന്നത്. പിന്നെ ഈ സ്പ്ലിറ്റ് സ്ക്രീൻ പോലെയൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊക്കെ എളുപ്പമായിട്ട് പലതരത്തിൽ അതിനെ ലേ ഔട്ട് ചെയ്യാറുണ്ട്. ആക്ച്വലി ഇപ്പോൾ സ്റ്റോറി എല്ലാവർക്കും അത് ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു ഏരിയ ആയിരിക്കത്തില്ല. കൂടുതൽ പേരും വരയ്ക്കുക, അല്ലെങ്കിൽ പോർട്രേറ്റ്സ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷ്വൽ ഐഡിയാസ് ഒക്കെ ചെയ്യുന്ന ടൈപ്പായിരിക്കും. പക്ഷേ സ്റ്റോറി ബോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് കുറേ പുതിയ ഓപ്ഷനുകൾ ഉണ്ടാകാം. അതായത് ഇപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സീക്വൻസുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഡയലോഗ്സ് അല്ലെങ്കിൽ കൂടുതൽ കണ്ടന്റ് ആഡ് ചെയ്തിട്ട് നമുക്കതിനൊരു ഗ്രാഫിക് നോവൽ എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു ഡെയിലി കളക്ഷൻ പോലെ നമുക്കിപ്പോൾ ഒരു സ്കെച്ച് ബുക്ക് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് പേജോ 10 പേജ് വരെ നമുക്ക് വേണമെങ്കിൽ ഒരു കഥ എഴുതാം. അതിനകത്ത് വെറുതെ നിസ്സാരമായിട്ട് എന്താ പറയുക, നമ്മൾ ആമയും മുയലും ഓടുന്നത് അല്ലെങ്കിൽ ഓട്ട മത്സരം, അതിനെ എന്ത് ചെയ്യുക, അതിൻ്റെ നമുക്കറിയാവുന്ന ഒരു കോമൺ കഥയാണത്, ആമയും മുയലും ഓടാൻ പോയ കഥ. നമുക്ക് വേണമെങ്കിൽ വളരെ നിസ്സാരം 2 ക്യാരക്ടേഴ്സേ ഉള്ളൂ, കാട്ടിലാണ് നടക്കുന്ന സിറ്റുവേഷൻ, നമുക്ക് എങ്ങനെയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഓടുന്നത് എന്നൊക്കെ പറയുന്നവർ നമുക്കതിൽ വേണമെങ്കിൽ ഒരു 10 പേജിനകത്ത് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ട്രാക്ക്.
സോ ഇതിന് കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമുക്ക് ഇരുട്ടാണ്, ഗുഹയ്ക്കകത്ത് ഫുൾ ഇരുട്ടിലാണ്. അപ്പോൾ അതിൻ്റെ ലൈറ്റിങ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയായിരിക്കും, കാരണം ഒരാൾ പോയിട്ട് അയാൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള പരിപാടി. അപ്പം നമുക്ക് ജസ്റ്റ് ഗുഹ മാത്രം, അതിൻ്റെ വിസിറ്റിംഗ് ഏരിയയിൽ മാത്രമേ നമുക്ക് ആക്സസ് ഉള്ളൂ. ബാക്കി ഈ പറയുന്ന പോലെ പുള്ളിയുടെ പറച്ചിൽ നിന്ന് മാത്രം നമുക്കറിയാം അതിനകത്ത് എന്താണ് അവസ്ഥ, എന്ത് തരത്തിലാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ലൈറ്റിങ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഭീകരത ഉണ്ടാക്കാനും ഒക്കെയുള്ള സ്റ്റഡിയും പരിപാടിയൊക്കെ ഒരുപാട് അതിനകത്ത് ആവശ്യമുണ്ടായിരുന്നു. ഇത് ഒരേ സമയം ഇപ്പം ഞാൻ കൂടുതൽ കാണും, വളരെ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ വർക്ക് കാണുന്നത്. ഞാൻ ഒരുപാട് കാണും, അനിമേഷൻസ് കാണും, മ്യൂസിക് വീഡിയോസ്, ക്രിയേറ്റീവായിട്ടുള്ള എന്ത് പരിപാടിയാലും ഞാൻ കാണും. സ്റ്റോപ്പ് മോഷൻ, വെറുതെ ഈവൻ റീലിലായാൽ പോലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരാൾ എങ്ങനെയാണ് വിഷ്വലി, അത് പാറ്റേൺസ് ആണോ അല്ലെങ്കിൽ വെറുതെ ഒരു ഇമേജിനെ പലതരത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള അങ്ങനെയാണോ. ഇപ്പം ലിമിറ്റില്ലാത്തൊരു ഏരിയ ആണ് ആർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു പൂവിൻ്റെ ഇമേജ് എടുത്തിട്ട് നമ്മളൊരു 25 പൂവായിട്ട് കോപ്പി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു പാറ്റേണായി. ആ പാറ്റേൺ വെച്ച് നമ്മളെടുത്തിട്ട് ഒരു ബോക്സിനകത്ത് അല്ലെങ്കിൽ വേറൊരു ക്യാൻവാസിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പെയിൻറ്റിങ് പോലെയായി. ഇത് നമ്മുടെ ഇമാജിനേഷനാണ്. കൂടുതൽ ഇമാജിനേഷനിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു ലിമിറ്റില്ലാതെ വരയ്ക്കാൻ പറ്റും. എന്തും വരയ്ക്കാൻ പറ്റും. നിങ്ങൾ കാണുന്നതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും, ചെമ്പരത്തിപ്പൂ ചുവന്ന കളർ തന്നെ കൊടുക്കണമെന്നില്ല, പർപ്പിളായാലും കൊടുക്കാം. ഇറ്റ്സ് അവർ ചോയ്സ്. പിന്നെ ഒരു വർക്ക് കാണിച്ചു തരാം. ഇത് ഞാനൊരിക്കലും പ്രതീക്ഷിക്കാതെയിരുന്നു. ഞാൻ പണ്ട് സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരിതാണ് ഈ മിന്നൽ മുരളി, ലൈക്ക് ഇതുപോലത്തെ സൂപ്പർ ഹീറോ സിനിമകളൊക്കെ ഞങ്ങൾ ടി വിയിൽ മാത്രം കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഇങ്ങനൊരു സ്ഥലത്തുനിന്ന് വന്നിട്ട് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല മലയാളത്തിലൊരു സൂപ്പർ ഹീറോ പടം വരുന്ന സമയത്ത് അത് ചെയ്യാനുള്ളൊരു ഇതെനിക്ക് കിട്ടുമെന്നുള്ളത്. അപ്പോൾ അതിന് ഇത് കുറച്ച് സ്പീഡിൽ കാണിച്ചിട്ട്, ഇത് മിന്നലിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഷോട്ട്സുകളാണ്. ഞങ്ങളിത് ചെയ്യുമ്പം സൂപ്പർ ഹീറോ കോസ്റ്റ്യൂമൊന്നും ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് ഇപ്പം കാണുന്ന കോസ്റ്റ്യൂമിലേക്ക് വന്നത്. ഇതൊക്കെയായിരുന്നു അതിൻ്റെ ഇത് ടീസറായിട്ട് വന്ന പോർഷനാണ്, ഫസ്റ്റ് ലാൻഡ് ചെയ്തിട്ട് നടന്നു വരുന്നത്. ഇതൊക്കെയാണ് സ്റ്റോറി ബോർഡ് എന്ന് പറയുന്ന സെഷൻ. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈം.